ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരിയാണ് ബഡ്ജറ്റ് കൊടുത്തത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട പണം പോലും ബീഹാറിനും ആന്ധ്രയ്ക്കും കൊടുത്തു. കാരണം ബീഹാറിലെ നിതീഷ് കുമാറും ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവും പിന്താങ്ങിയാൽ മാത്രമേ മോദിക്ക് ഭരണം സുഗമമായി മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട ബഡ്ജറ്റ് പോലും ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് നൽകി നിർമ്മല സീതാരാമൻ എപ്പോഴും മോദിയുടെ പെറ്റാണ്. മോദി പറയുന്നതിനപ്പുറം അവർക്കൊരു വാക്കുമില്ല. എന്തായാലും ഇപ്പോൾ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഈ ബഡ്ജറ്റിനെ നഖശിഖാന്തം എതിർത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറയുന്നു, നിങ്ങൾ ഇന്ത്യയിലെ പല കോടിക്കണക്കിനുള്ള ജനങ്ങളെ വഞ്ചിച്ചു. ഇന്ത്യയിലെ കോടിക്കണക്കിനുള്ള ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റുമായി മുന്നോട്ട് പോകാൻ ഏറെക്കാലം നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ സർക്കാർ എപ്പോൾ വേണമെങ്കിലും താഴെ വീഴും. ഇതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി പറയുന്ന വാക്കുകൾക്ക് മോദി മറുപടി പറയാറില്ല. തലയിൽ കൊണ്ടിട്ട് മോദി വലിഞ്ഞു കളയും. അതാണിപ്പോൾ മോദി ചെയ്തിരിക്കുന്നത്. അതിനിടയിലാണ് വോട്ട് ഫോർ ഡെമോക്രസി എന്ന സംഘടന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഇവിഎമ്മിൽ ക്രമക്കേട് നടന്നു എന്നാണ് അവരുടെ റിപ്പോർട്ട്. കേരളത്തിൽ തൃശൂരിൽ ഇവിഎമ്മിൽ ക്രമക്കേട് നടന്നുവെന്ന് അവർ പറയുന്നു. ഇതോടുകൂടി സുരേഷ് ഗോപിയുടെ വിജയം സംശയത്തിന്റെ നിഴലിലായി മാറിയിരിക്കുന്നു. നിയമവിരുദ്ധമായി ഒരുപാട് വോട്ടർമാരെ തൃശൂരിൽ തിരികെ കയറ്റി എന്നാണ് വോട്ട് ഫോർ ഡെമോക്രസി എന്ന സംഘടന പറയുന്നത്. എന്തായാലും ഈ സംഘടനയുടെ വാദമുഖങ്ങൾ രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു. പല ലോക്സഭാ മണ്ഡലങ്ങളിലും ഇവിഎമ്മിൽ കൃത്രിമം കാട്ടി എന്ന് ഈ സംഘടന തെളിവുകൾ സഹിതം പറയും. കോടിക്കണക്കിന് വോട്ടുകൾ നിലപാടിന് എതിരായി അല്ലെങ്കിൽ അനാവശ്യമായി ചേർത്തു എന്നാണ് വോട്ട് ഫോർ ഡെമോക്രസി പറയുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി വോട്ട് ഫോർ ഡെമോക്രസിയുടെ വാക്കുകൾ മുഖവിലയ്ക്ക് എടുത്തിരിക്കുകയാണ്. തൃശൂരിൽ സുരേഷ് ഗോപി അത്ഭുതകരമായ വിജയമാണ് നേടിയത്. പക്ഷേ ആ വിജയത്തിന്റെ ശോഭ കളയുന്നു വോട്ട് ഫോർ ഡെമോക്രസിയിലെ റിപ്പോർട്ട്. രാഹുൽ ഗാന്ധി വോട്ട് ഫോർ ഡെമോക്രസിയിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവിഎമ്മിൽ വൻതോതിൽ അട്ടിമറി നടന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. തൃശൂർ, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒക്കെ വൻതോതിലുള്ള അട്ടിമറിയാണ് നടന്നത്. അവർ തെളിവുകൾ സഹിതമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കണക്കുകളും ഡാറ്റകളും ഒക്കെ തെളിവുകളായി നിരത്തിക്കൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് രാഹുലിന്റെ ഓരോ വാക്കും ലോക്സഭയെ കിടിലം കൊള്ളിക്കുകയാണ്. ആ വാക്കിന് മറുപടി പറയാൻ മോദിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മോദിക്ക് മറുപടി പറയാൻ ആവത്തുമില്ല. ഇവിഎമ്മിൽ ക്രമക്കേട് കാണിക്കും ബിജെപി എന്നുള്ളത് കുറെ കാലമായി പ്രചരിക്കുന്ന വാർത്തയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലും അത് കാണിച്ചിരിക്കുന്നു എന്നാണ് ഈ സംഘടന പറയുന്നത്.